മൗലീദ് ചൊല്ലാൻ പാടുണ്ടോ? മദ്ഹ് ചൊല്ലാൻ ഹദീസിലുണ്ടോ? നബി തങ്ങളുടെ കാലത്ത് തന്നെ റസൂലിന്റെ മദ്ഹ് പാടുന്ന സദസ്സുകൾ ഉണ്ടായിട്ടുള്ളതായി പല ഹദീസുകളിലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്തിന്? സ്വഹീഹായ എല്ലാവരും അംഗീകരിക്കുന്ന ഇമാം തിർമിദി തന്നെ റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസ് നോക്കൂ. ജലസ അസ്ഹാബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യന്തദിറൂനഹു ഖാല ഫഖറജ ഹത്താ ഇദാ സമിഅഹു. ഇങ്ങനെ തുടങ്ങി നീണ്ടുപോകുന്നു. എന്താണ് പറയുന്നത്? സ്വഹാബാക്കൾ ഒരുമിച്ചിരുന്ന് മുൻകഴിഞ്ഞു പോയ അമ്പിയാക്കളുടെ മദ്ഹുകൾ പറയുന്ന ഒരു സദസ്സിലേക്ക് മുത്തുനബി തങ്ങൾ കടന്നു വരികയും എന്നിട്ട് അവർ പറഞ്ഞ മദ്ഹുകൾക്ക് കൂടെ തൻ്റെ പ്രകീർത്തനങ്ങൾക്ക് കൂടെ സമ്മതം കൊടുക്കുകയും ചെയ്യുന്ന രംഗം ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിനെ തൊട്ട് ഇമാം തിർമിദി റളിയല്ലാഹുവിനു റിപ്പോർട്ട് ചെയ്ത് ഈ ഹദീസിൽ നമുക്ക് കാണാം. കഅബ് ഇബ്നു സുഹൈർ തങ്ങൾക്ക് മദ്ഹ് പാടിയതിന് സമ്മാനം കൊടുത്തതും ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹുവിനു മദ്ഹ് പറയാൻ മിമ്പർ വരെ ഒരുക്കി കൊടുത്തതുമെല്ലാം വിവിധ ഹദീസുകളിൽ കാണാവുന്നതാണ്. സവാദ് ഇബ്നു ഖാരിബ് റളിയല്ലാഹുവിനു റസൂൽ തങ്ങൾ മദ്ഹ് പറയാൻ ആശീർവാദം കൊടുത്തതും നാട്ടിൽ പോയി പാടാൻ പറഞ്ഞതുമായ ഒരു സംഭവം ഹാഫിദ് ഇബ്നു കത്തീർ സൂചിപ്പിക്കുന്നുണ്ട്. ഇതുപോലെ റസൂലിന്റെ മദ്ഹ് പാടുന്നതും പറയുന്നതുമായ ഒരു സംഭവം മാത്രമാണ് ഈ മൗലീദ്. ഇങ്ങനെ തിരുജന്മത്തിൽ സന്തോഷിച്ച് ഒരുമിച്ച് കൂടലും ഭക്ഷണം നൽകലും മറ്റു എല്ലാ നല്ല കാര്യങ്ങളും ചെയ്യലും നമുക്ക് സുന്നത്താണെന്ന് ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു തന്റെ അൽ ഹാവിലിൽ ഫതാവ എന്ന ഗ്രന്ഥത്തിൽ